ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓട്ടോകാഡിലെ ടെക്സ്റ്റ് മാസ്ക് എന്താണ് എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഭാഗം ഹാച്ചും അതേപോലെ രണ്ട് ടെക്സ്റ്റും ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ടെക്സ്റ്റ് മാസ്ക് എന്നത്. ടെക്സ്റ്റ് മാസ്ക് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എക്സ്പ്രസ് എന്നതിൽ വന്നതിന് ശേഷം ടെക്സ്റ്റിൽ വരിക, അതിനുശേഷം ടെക്സ്റ്റ് മാസ്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും മാസ്ക് ടൈപ്പ്, അടുത്തതായിട്ട് ഓഫ്സെറ്റ് എന്ന്. നിങ്ങൾക്ക് ഏത് മാസ്ക് ടൈപ്പാണ് വേണ്ടത് എന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാസ്ക് ടൈപ്പ്. ഞാനവിടെ എം ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ചോദിക്കും എന്ത് ടൈപ്പാണ് മാസ്ക് വേണ്ടത്. ഇവിടെ കാണാൻ പറ്റും വൈപ്പ് ഔട്ട്, 3D സോളിഡ്, വൈപ്പ് ഔട്ട്, 3D ഫേസ്, സോളിഡ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ വൈപ്പ് ഔട്ടിന് വേണ്ടി W, 3D ഫേസിന് വേണ്ടി നമ്പർ 3 ടൈപ്പ് ചെയ്യുക, സോളിഡിന് വേണ്ടി S ടൈപ്പ് ചെയ്യുക. നമുക്ക് ആദ്യം വൈപ്പ് ഔട്ട്, ഇവിടെയും ക്ലിക്ക് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ W ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ്, ഏത് ടെക്സ്റ്റ് ആണോ മാസ്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടെക്സ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് ഇതുപോലെ അതിന് ചുറ്റുമുള്ള ഹാച്ച് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ഈ ടെക്സ്റ്റ് ഞാൻ കാണിക്കാം. ഇത് ഒന്നും തന്നെ ആകുന്നില്ല. സെലക്ട് ചെയ്താലും തന്നെ ഒന്നും തന്നെ ആകുന്നില്ല. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി അതിന് ചുറ്റുമുള്ള ഭാഗം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ടെക്സ്റ്റ് മാസ്കിൻ്റെ കമാൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നു. മുന്നേ നമ്മൾ ഇവിടെ എക്സ്പ്രസിൽ വന്ന് ഇങ്ങനെയാണ് എടുത്തത്. ഇനി ഇത് കമാൻഡ് യൂസ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ടെക്സ്റ്റ് മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. മുന്നേ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ടൈപ്പിന് വേണ്ടി എം ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. ഇനി നമുക്ക് സോളിഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. സോളിഡിന് വേണ്ടി എസ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക്, അതായത് നമ്മുടെ മാസ്ക് ടെക്സ്റ്റിൻ്റെ ബാക്ക് എന്ത് കളറാണ് സോളിഡ് ആയിട്ട് വേണ്ടത് എന്നാണ് ഇത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി മുന്നേ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു സോളിഡ് കളർ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഓൾറെഡി ഞാൻ ടെക്സ്റ്റ് ഓൾറെഡി ഈ ഡ്രോയിങ്ങിൽ ഉള്ളതാണ്. ഇനി നമുക്കൊരു പുതിയ ടെക്സ്റ്റ് വെച്ച് നോക്കാം. ഞാനിത് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി ആ ഹാച്ച് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ഒരു 10 പോരാ, 100 ആക്കുന്നു. ഇനി അത് ഇതിൻ്റെ അടുത്തോട്ട് നീക്കി വെക്കുന്നു, ഹാച്ചിലേക്ക് നീക്കി വെക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് മാസ്ക് കമാൻഡ് അടിക്കുന്നു. ഇവിടെ രണ്ടാമതായിട്ട് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ്, ഈ ഓഫ്സെറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിന് ചുറ്റുമുള്ള ഭാഗം അത് എത്രയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനാണ്. ഞാൻ ഓഫ്സെറ്റ് ഒന്ന് കാണിക്കാം. ഓഫ്സെറ്റിന് വേണ്ടി O അടിക്കുന്നു. ഇപ്പോൾ അത് 2 ആണുള്ളത്. ഞാനത് 1 ആക്കി എൻ്റർ കൊടുക്കുന്നു.
അതിനുശേഷം വീണ്ടും മാസ്ക് ടൈപ്പിന് വേണ്ടി M ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. ഇനി സോളിഡിന് വേണ്ടി S കൊടുക്കുന്നു. കളർ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. അപ്പോൾ അതും വന്നു കഴിഞ്ഞു. ഈ ഓഫ്സെറ്റ് ആണ് അത് പറയുന്നത്. നമുക്ക് ഓഫ്സെറ്റ് ഒന്നും കൂടെ കുറച്ച് നോക്കാം. വീണ്ടും ടെക്സ്റ്റ് മാസ്ക് അടിക്കുന്നു, ഓഫ്സെറ്റ് അടിക്കുന്നു. ഇപ്പോൾ ഒന്നാണുള്ളത്, ഒരു 0.3 കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. മാസ്ക് ടൈപ്പിന് M ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. സോളിഡ്, ഇതിൻ്റെ കളർ ഞാൻ ബ്ലൂ ആക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഓഫ്സെറ്റും കുറഞ്ഞു, അതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്ത കളർ, അതായത് സോളിഡ് കളർ, അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടെക്സ്റ്റ് മാസ്ക്, ഓട്ടോകാഡിലെ ടെക്സ്റ്റ് മാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.